آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, ബുയൂത്തുള്ള എന്ന രൂപത്തിലാണ് നമ്മുടെ പള്ളികളൊക്കെ അറിയപ്പെടാറുള്ളത്. നാടുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് നാടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറയുന്നത് മസാജിദുഹ, അത് പള്ളികളാണ് എന്നാണ്. വഅബഅദു ബിലാദി ഇലല്ലാഹ്, അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അസ്വാഖുഹ, അത് അങ്ങാടികളാണ് എന്നുള്ളതാണ്. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക സമൂഹത്തിൽ പള്ളികൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നത് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഒരു ആരാധന നിലയം എന്നതിലപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കാണേണ്ട ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്.
സാഷ്ടാംഗം ചെയ്യുക, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് മസ്ജിദ് എന്ന നാമം അതിന് വരാനുള്ള കാരണം. നമസ്കാരം നിർവഹിക്കുവാനും അല്ലാഹുവിൻ്റെ സ്മരണകൾ നിലനിർത്തുവാനും മുസ്ലിം സമൂഹത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളിയായിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഫീ ബുയൂതി അദിനല്ലാഹു അൻ തുർഫഉ വ യദ്കുറു ഫീഹാ ഇസ്മഹു യുസബ്ബഹു ലഹു ഫീഹാ ബിൽ അദുവ്വി വൽ അസ്വാൽ. ചില ഭവനങ്ങളാകട്ടെ, ചില ഭവനങ്ങളിൽ അവിടെയാണ് വെളിച്ചമുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. ആ ഭവനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന സ്മരണകൾ, ദിക്റുകൾ, അതിലൂടെ അതിൻ്റെ വെളിച്ചങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. പകലുകളിലും രാത്രികളിലുമായി കൊണ്ട് അവന്റെ മഹത്വങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്ന പള്ളികളുടെ ആവശ്യകത വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് പള്ളിയുമായി നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്, പ്രതിഫലങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കുക, ഒരു പള്ളി നമ്മൾ നിർമ്മിച്ചാൽ എത്ര പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകനിൽ നിന്ന് കേട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന് വേണ്ടി പള്ളി നിർമ്മിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്കുള്ള പ്രതിഫലം പറഞ്ഞിട്ടുള്ളത് ബനല്ലാഹു ലഹു ഫീ ബൈതി മിസ്ലിഹി. ദുനിയാവിൽ ഏത് രൂപത്തിലാണോ അയാൾ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ അല്ലാഹു സ്വർഗത്തിൽ ഒരാൾക്ക് ഒരു വീട് നിർമ്മിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുകയുണ്ടായി. ദുനിയാവിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതുപോലെ ഒരു വീട് അനുഗ്രഹത്തിൻ്റെ സുഖാനുഭൂതികളുടെ സ്വർഗത്തോപ്പായിട്ടുള്ള ശാശ്വതമായി കൊണ്ട് കഴിയാനുള്ള ആനന്ദങ്ങൾ മാത്രം നുകരാനുള്ള ആ സ്വർഗത്തിൽ അല്ലാഹു അവനൊരു വീട് പണിയുമെന്നുള്ളതാണ്. അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം: മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുകയാണ് എങ്കിൽ കമുഫ്ഹസി ഖിതാഅത്തിൻ ഔ അസ്അരിൻ, പ്രവാചകൻ ഈ ഹദീസിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനേക്കാളും
അല്ലെങ്കിൽ അതിനേക്കാളും എത്രയോ ചെറുതായ ഒരു പള്ളിയാണ് അയാൾ നിർമ്മിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ അയാൾക്കൊരു ഭവനം നിർമ്മിക്കുന്നതാണ്. സഹോദരന്മാരെ, പ്രവാചകൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനേക്കാൾ എത്രയോ പക്ഷികൾ അടയിരിക്കുന്ന കൂടുകൾ കണ്ട ആളുകളാണ് ഞാനും നിങ്ങളും. അതെത്ര ചെറുതായിരിക്കും. പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എത്ര ചെറിയ പള്ളികളായിരുന്നാലും, എത്ര വലിയ പള്ളികളാണ് നമ്മൾ അല്ലാഹുവിന്റെ ഭവനമായി കൊണ്ട് നിർമ്മിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ പറയും ശ്രാമ്യ, അല്ലേ, നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള നമസ്കാര പള്ളികൾ. ഇതൊക്കെ ഉണ്ടാക്കാൻ ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ വലിയ സമ്പത്തൊന്നും നമുക്ക് ആവശ്യങ്ങളില്ല. നമ്മൾ അനാവശ്യമായി കൊണ്ട് തിന്നുന്ന, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമ്പത്തുകൾ മാത്രം മാറ്റിവെച്ചാൽ ഇത്തരം പള്ളികൾ നമുക്കൊക്കെ നിർമ്മിക്കാൻ കഴിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവി അതിങ്ങനെ പുതുക്കി പണിയുമ്പോൾ സ്വഹാബാക്കൾ അതിനെക്കുറിച്ച് എന്താക്കി സംസാരിക്കാൻ തുടങ്ങി. അവർ ഉസ്മാൻ റളിയല്ലാഹുവിനെ എന്താക്കി വളരെ വിമർശിച്ചു. എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ പുനർനിർമ്മിക്കുന്നത്? ഉള്ള പള്ളിയൊക്കെ പോരെ, ഉള്ള സൗകര്യങ്ങളൊക്കെ പോരെ? ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള സംസാരങ്ങൾ കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ വിമർശിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് സ്വഹാബാക്കൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: മൻ ബനാ മസ്ജിദൻ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു മസ്ജിദ്, ഒരു ഭവനം നിർമ്മിച്ചാൽ എങ്ങനെ നിർമ്മിക്കണം? യബ്തഗീ ബിഹി വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അത് ഞാൻ നിർമ്മിച്ച പള്ളി എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ഇന്ന ആചാര പള്ളി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ന ആളുടെ സമ്പത്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ന സംഘടനയുടേത്, ഇന്ന വ്യക്തികളുടേത് എന്നില്ല പള്ളി. അത് അല്ലാഹുവിന്റെ ഭവനം, അല്ലേ, ബൈത്തുല്ലാഹ് എന്ന വാക്ക് മാത്രമായിരിക്കണം. അങ്ങനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലേ, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിർമ്മിക്കുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു വീട് പണിയുമെന്ന പ്രവാചകന്റെ വചനങ്ങളെ അനുവർത്തമാക്കിക്കൊണ്ടാണ് ഇതിന് വേണ്ട, ഈ മസ്ജിദ് നബവിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കുന്നത് എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിമർശിച്ചവർക്ക് മറുപടി നൽകി എന്നുള്ളതാണ്. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീടുകളിൽ സൗകര്യങ്ങൾ കുറയുമ്പോൾ സഹോദരി സഹോദരന്മാരെ, ആ വീടുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൂട്ടാൻ ഞാനും നിങ്ങളും ശ്രമിക്കുകയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മുടെ വീടിന് ആവശ്യമാണോ അത് നമ്മൾ ചെയ്യും. പഴകിയ ടൈലുകൾ പൊളിച്ച്, അല്ലേ, പുതിയ ടൈൽ നമ്മുടെ വീടുകളിൽ നമ്മൾ കയറ്റിയിട്ടുണ്ടാകും. അത് ബാത്റൂമിലാകാം, അത് മറ്റു, അല്ലേ, അടുക്കളകളിലാകാം. ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ വീടുകളെ മോടി കൂട്ടിയ, സൗകര്യങ്ങൾ കൂട്ടിയ ആളുകളാണ് ഞാനും നിങ്ങളും, ഇല്ലേ? ഇതുപോലെ നമ്മുടെ പള്ളികളിലും സൗകര്യങ്ങൾ കുറവ് വരുമ്പോൾ അത് കൂട്ടേണ്ട ബാധ്യത ആരുടേതാണ് സഹോദരന്മാരെ? വീടുകൾ സൗകര്യപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ഭവനങ്ങൾ സൗകര്യപ്പെടുത്തേണ്ടതില്ല. അതൊറ്റക്കാകാം, അല്ലേ, അത് കൂട്ടമായി കൊണ്ടാകാം, ഏത് രൂപത്തിലായിരുന്നാലും സൗകര്യങ്ങൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ സൗകര്യങ്ങൾ കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചോദിച്ചാൽ, ധൂർത്തിലേക്ക്, അല്ലേ, അങ്ങനെയുള്ള രൂപത്തിലേക്ക് പള്ളികളെ
മോടി കൂട്ടുന്നൊരവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ലക്ഷങ്ങളും കോടികളും മുടക്കി ധാരാളം ആവശ്യമില്ലാത്ത മുനാരങ്ങൾ നിർമ്മിക്കുന്നു. പല രൂപത്തിലുള്ള മോടികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പള്ളിയാണ് എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു അടയാളങ്ങളൊക്കെ മതി. അനാവശ്യമായിട്ടുള്ള മോടി കൂട്ടുന്നൊരവസ്ഥകൾ, പെരുമ കാണിക്കുന്നൊരവസ്ഥകൾ പള്ളിയുടെ വിഷയത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അങ്ങനെ മോടി കൂട്ടുകയാണ് എങ്കിൽ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത് നഹാ എന്നാണ് പ്രയോഗിച്ചത്, വിരോധിച്ചു എന്നാണ്, പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ചാ പ്രവാചകൻ പറഞ്ഞത്? അല്ലേ, പള്ളികൾ മോടിക്കൂട്ടുന്നതിൽ പെരുമ കാണിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച സംഗതികളാണ് എന്നുള്ളതാണ്. പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇങ്ങനെയല്ലാതെ ഹത്താ തതബായിയന്നാസു ഫിൽ മസ്ജിദ്, ആളുകൾ മോടികൂട്ടാൻ വേണ്ടി മോടികൂട്ടിക്കൊണ്ട് പള്ളികളിൽ അലങ്കാരങ്ങൾ നടത്തിക്കൊണ്ട് പെരുമ കാണിക്കാൻ വേണ്ടി പള്ളികൾ അലങ്കരിക്കുന്ന കാലഘട്ടങ്ങൾ കടന്നു വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ഒന്നുകൂടി ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത് തശ്ഹീദ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. തശ്ഹീദ് ചെയ്യാൻ പാടില്ല എന്ന് അവിടുന്ന് പ്രവാചകൻ കൽപ്പിക്കാനുള്ള കാരണം എന്താണ്? തശ്ഹീദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ തശ്ഹീദിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ ആരാധനാലയങ്ങൾ അലങ്കരിച്ചു മോടികൂട്ടുന്നത് പോലെ അല്ലാഹുവിന്റെ ഭവനത്തെ നിങ്ങൾ മോടികൂട്ടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകി. നാളുകൾ അതിനാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. സൗകര്യങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞാല് അല്ലാഹുവിന്റെ ഭവനത്തിൽ സുജൂദ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്. അല്ലാതെ ആളുകളുടെ ആകർഷണീയ കണ്ടെത്താനും ആ പള്ളിയെക്കുറിച്ച് ആളുകൾ വലിയ പെരുമകൾ പറയാനും അതിൻ്റെ ഉയരങ്ങൾ കൂട്ടാനും അങ്ങനെ മോടി അലങ്കരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം നമുക്ക് വിലക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മഹല്ലിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമസ്കരിക്കാനും ഇവിടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പള്ളിയിലെ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ അല്ല. ഈ മഹല്ലിൽ താമസിക്കുന്ന ഈ പള്ളിയുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി പള്ളി ഉണ്ടാക്കുക മാത്രമല്ല, പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി നമ്മളിൽ ഓരോരുത്തരിലും ബാധ്യതപ്പെട്ട കാര്യങ്ങളാണ്. പള്ളിയുമായി കൊണ്ട് നമ്മൾ നടത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പരിപാലനങ്ങൾ ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ്. പള്ളി വൃത്തിയാക്കുക, പള്ളിയെ പരിപാലിക്കുക, പള്ളിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ ആരാണ് അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത്?
നമ്മുടെ മഹല്ലുകളിലൊക്കെ പരിപാലിക്കാനുള്ള സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അതിന് ചുമതലപ്പെടുത്താറുള്ളത് പലപ്പോഴും നാട്ടിൽ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ആരുണ്ടോ അവരെ പിടിച്ചാക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് സമ്പത്തുള്ള ആളുകൾ ആക്കണ്ട എന്നൊന്നല്ല പറഞ്ഞത്, അവരൊക്കെ ആക്കണം. പക്ഷേ ഇസ്ലാമിൽ അതിനൊരു മാനദണ്ഡം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പണിയില്ലാത്ത ആളുകളെ നോക്കിക്കൊണ്ട് ഇത്തരം സ്ഥാനമാനങ്ങൾ നൽകുന്ന ആളുകൾ ആരെയാണ് പള്ളിയുടെ ചുമതല ഏൽപ്പിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ 9-ാമത്തെ സൂറ 18-ാമത്തെ വചനത്തിൽ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിപാലിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, അവർക്കുള്ള പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്ന്, മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിരി, പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം. വ അഖാമുസ്സലാഹ്, നമസ്കാരങ്ങൾ നിലനിർത്തുന്ന ആളുകളായിരിക്കണം. സകാത്ത് നൽകുന്ന ആളുകളായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകളായിരിക്കണം. അല്ലാഹു എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളാണ്. ശരി, പള്ളിയിലേക്ക് വരാത്ത, കൃത്യമായി 5 വക്തിന് നമസ്കരിക്കാൻ വരാത്ത ആളുകളെ അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആക്കാൻ പാടില്ല. പിന്നെ എന്ത് ഉത്തരവാദിത്തമാണ് അയാൾക്കുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, എന്ത് ഒഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മതചിഹ്നങ്ങൾ പാലിക്കാത്ത ആളുകളെ നോക്കിക്കൊണ്ട് ആളുകൾ എന്താക്കും? അതിന് തെരഞ്ഞെടുക്കും. അത്തരം സമ്പ്രദായങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. നമസ്കാരത്തിന് കൃത്യമായി ജമാഅത്തുകളിൽ എത്തുന്ന, അല്ലേ, അള്ളാഹുവിനെ പേടിക്കുന്ന, മതത്തിന്റെ ഷിയാറുകളെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന, അങ്ങനെ ഭയപ്പെടുന്ന ആളുകളെയാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. വലം യഖ്ശ ഇല്ലല്ലാഹ് എന്ന് ഖുർആൻ കൃത്യമായി എടുത്തു പറഞ്ഞു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അല്ലേ, അത് പാലിക്കുന്ന, മതപരമായിട്ടുള്ള കടമകൾ നിർവഹിക്കുന്ന, മറ്റൊന്നിനെയും ഭയപ്പെടാത്ത ആളുകൾ, അത്തരം ആളുകളെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അത്തരം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകൾ അവർ സന്തോഷിക്കേണ്ടതുണ്ട്. നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. എത്രയോ നന്മകൾ നേടിയെടുക്കാനുള്ള അവസരങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നത് വെച്ചാൽ, കമ്മിറ്റി ഇല്ലേ, എന്താ ഇവിടെ വൃത്തിയാക്കാത്തത്, എന്താ ബാത്റൂം അങ്ങനെ, എന്താ ഇങ്ങനെ? ഞാൻ ചോദിക്കുന്നത്, ചോദിക്കുന്ന ആളുകൾക്ക് പള്ളിയുമായി കൊണ്ടൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലേ? ചോദിക്കാനും പറയാനും ചോദ്യം ചെയ്യാനും എല്ലാവർക്കും കഴിയും. ശരി, ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ട സംഗതികളല്ല പള്ളികളുടെ പരിപാലനങ്ങൾ എന്ന് പറയുന്നത്. പള്ളി വൃത്തിയാക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, പള്ളി അടിച്ചുവാരിയിട്ടുള്ള സ്ത്രീ മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിട്ടില്ല. പിന്നീട് പ്രവാചകൻ തിരക്കി, ആ സ്ത്രീയെ കാണുന്നില്ലല്ലോ, അദ്ദേഹം എവിടെയാണ് എന്ന്.
ആളുകൾ പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആളുകൾ അവരുടെ കാര്യത്തിൽ ഒരു നിസാരവൽക്കരിച്ചു കൊണ്ടാണ് കണ്ടിട്ടുള്ളത്. അതൊരു പള്ളി വൃത്തിയാക്കുന്ന ആളല്ലേ എന്നാണ് കണ്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഹദീസിൽ കാണാം, ഇന്ന ആദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തുൻ അലാ അഹ്ലിഹാ വ ഇന്നല്ലാഹ അസ്സ വജല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീ ഹുറൈറ റളിയല്ലാഹുവിനോട് പറയാണ്, ആ മറവ് ചെയ്ത ഖബർ എനിക്ക് കാണിച്ചു തരണം. പ്രവാചകൻ അവിടെ പോയി നമസ്കരിക്കുന്നു ആ സ്ത്രീക്ക് വേണ്ടി. നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞ വാക്കാണിത്, ഈ ഖബറുകളുടെ ആളുകൾക്ക് അവ വളരെ ഇരുട്ടളഞ്ഞിട്ടുള്ള സംഗതികളാണ്. ഇരുട്ടിൽ നിറഞ്ഞിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഖബറാളികൾ ഇതാ എന്റെ നമസ്കാരം കൊണ്ട് അവർക്ക് ആ ഇരുട്ടുകൾ പ്രകാശപൂരിതമായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാധാരണ ഒരു സ്ത്രീയാണ് ആ പള്ളി വൃത്തിയാക്കിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്ക് എത്ര കൃത്യമാണ് നോക്കൂ നിങ്ങൾ. ആണുങ്ങൾക്ക് മാത്രല്ല, പെണ്ണുങ്ങൾക്കും എന്ത് ചെയ്യാം? പള്ളികൾ വൃത്തിയാക്കാം. ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് പള്ളിയുടെ ബാത്റൂം കഴുകുക എന്ന് പറയുന്നത് സഹോദരന്മാരെ വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ എന്താക്കണം, അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ കൂലിക്കൊരാളെ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അതൊറ്റക്കാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ചെയ്യാം. ഈ പള്ളിയിൽ ഒരു റമദാനിൽ ഞാൻ താമസിച്ച സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, സുബഹി നമസ്കാരം കഴിഞ്ഞ സമയത്ത് പള്ളിയിൽ വന്ന എല്ലാ ആളുകളും അത് നിർവഹിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ സമ്പന്നന് പ്രശ്നമില്ല, വലിയ സ്ഥാനങ്ങളൊന്നുള്ളവന് പ്രശ്നമില്ല. സഹോദരന്മാരെ, നമ്മൾ അടിച്ചു വാരുന്നത്, നമ്മളൊരു പൊടി തട്ടുന്നത് അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വലിയ പ്രത്യേകതകൾ, അതിന് വലിയ സവിശേഷതകൾ, അവർക്കുള്ള വലിയ പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന്, സംഭവത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താകണം? നമ്മുടെ ഒരു സമയം, നമ്മുടെ ഒരു അധ്വാനം, നമ്മുടെ ഒരു പങ്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ പള്ളിക്ക് ഏതാണ്ട് ഒരു 7 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം രൂപ വരുന്ന ഒരു മെയിൻ്റനൻസ് ഈ പള്ളിക്ക് നമുക്ക് നടത്താനുണ്ട്. മുമ്പിലുള്ള ഹൗളെടുക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ബാത്റൂമിന്റെ സൗകര്യങ്ങൾ, 120ഓളം കുട്ടികൾ ഇന്ന് നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. അവർക്കുള്ള ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ സൗകര്യങ്ങൾ മാത്രമാണ്. അതൊന്ന് വിശാലമാക്കാൻ, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അല്പം സമ്പത്ത് നമുക്ക് ആവശ്യമുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ. സഹോദരന്മാരെ, വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു വെക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, 100 കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച്, ഒരു മാസത്തിൽ 5 ദിവസം ഇവിടെ ഒരു മദ്രസ സംവിധാനങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ കൂട്ടുക. 5 ദിവസം, ഒരു ദിവസം 5 ആയത്ത് വെച്ചൊരു കുട്ടി പഠിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കുക, ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് 5 കോടിയിലേറെ പ്രതിഫലങ്ങൾ വാടിയെടുക്കാൻ പറ്റിയ, പ്രതിഫലങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ പറ്റിയ വലിയൊരു സംരംഭത്തിനുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുക്കി വെക്കുന്നത്.
5 ഒരു കുട്ടി ഓതി പഠിക്കുമ്പോൾ ഏകദേശം 100 അക്ഷരങ്ങളിലെങ്കിലും അതിലൂടെ കടന്നു പോകും, ഉറപ്പാണ്. അതിലപ്പുറത്തേക്കുണ്ടാവും. അതുങ്ങൾ ഇൻഡു വെച്ചുകൊണ്ടൊന്ന് കണക്ക് കൂട്ടുക. ഒരക്ഷരത്തിന് 10 കൂലിയാണെങ്കിൽ 5 കോടിയെ നിങ്ങൾ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്? എന്തിനു വേണ്ടി? റബ്ബിന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കണം. ഇനി അത് മാത്രമല്ല, ഇവിടെ ഒരു 10 ആളെ വെച്ച് ഓരോ ജമാഅത്തിനും 10 ആള് ഇവിടെ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടെന്ന് കൂട്ടാം. അതിനപ്പുറത്തേക്കുണ്ടാകും. ഒരു ടൗണിലാണല്ലോ ഈ സ്ഥാപനം നിലനിൽക്കുന്നത്, അള്ളാഹുവിന്റെ ഭവനമുള്ളത്. എത്രയോ ആളുകൾ ഇറങ്ങി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണല്ലോ. ഒരു 10 ആളെ വെക്ക, നമ്മൾ 10 ആള് 5 നേരത്തെ നമസ്കാരത്തിന് 34 സുജൂദുകളും റുകൂഉകളും ഈ പള്ളിയിൽ വരുന്നു 10 ആള് വെച്ചുകൊണ്ട്. എങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുക, ഒരു മാസം ഈ പള്ളിയിൽ 10 ആളെ വെച്ചുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ ഫർള് നമസ്കാരത്തിന് വേണ്ടി മാത്രം ഇവിടെ സുജൂദ് ചെയ്യുന്നത് 6,12,000 സുജൂദിന്റെ പുണ്യം നമുക്ക് നേടിയെടുക്കാനുള്ള വലിയൊരവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു വെക്കുന്നത്. 6 ലക്ഷം സുജൂദിന്റെ കൂലി നമ്മൾ ചിന്തിക്കണം. ഇതൊരു മാസത്തേത് അല്ലെങ്കിൽ ഒരു വർഷത്തേത്. നമ്മൾ പള്ളിക്ക് വേണ്ടി നൽകുന്ന സമ്പത്ത് ജീവിതകാലത്ത് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് ഇവിടെ എത്ര സുജൂദുകളും ഇവിടെ എത്ര റുകൂഉകളും ഇവിടെ എത്ര എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു ഓഹരി നമ്മളിലേക്ക് എത്തുന്ന വലിയൊരു പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സറിഞ്ഞ് നമ്മുടെ സമ്പത്തിനെ ശരിക്കും തട്ടുന്നൊരു സംഖ്യ നിങ്ങളുടെ ഭാരവാഹികൾ നിങ്ങളുമായി കൊണ്ട് സമീപിക്കുമെന്ന് കൊടുക്കാൻ കഴിയണം. എല്ലാരടുത്തും എത്തിയിട്ടില്ലെങ്കിലും സഹോദരന്മാരതാ ഇതിൻ്റെ ഒരു വിഹിതം അതുണ്ടാകും എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഇതൊക്കെ നമുക്ക് നാളെ പരലോകത്ത് ഖബറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുകയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബഅത്തുൻ 7 വിഭാഗം ആളുകൾ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ സൂര്യൻ 1 മൈൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് റബ്ബിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അതിലൊരു വിഭാഗം ആളുകളെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് വറജുലുൻ ഖൽബഹു മുഅല്ലഖുൻ ഫീ മസാജിദില്ലാഹ്. അല്ലാഹുവിൻ്റെ പള്ളിയുമായി കൊണ്ട് ഹൃദയത്തെ ബന്ധിപ്പിക്കപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരന്മാരെ, നമുക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥകൾ ഉണ്ടാകണം. പള്ളിയുമായി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ എന്താക്കണം? ബന്ധിപ്പിക്കാൻ കഴിയണം. നമസ്കാരങ്ങളിലൂടെ, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളിലൂടെ പള്ളിയുമായി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം മനസ്സിനെ ഇണക്കപ്പെട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നാളെ അർശിൻ്റെ തണൽ വാങ്ങുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് ശ്രമിക്കണം.
അതിലെല്ലാ കാര്യങ്ങളും പെടും. ശരി, ഒരു മീറ്റിംഗ് ആണെങ്കിൽ ആ മീറ്റിംഗ് അത് പെടും. ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാം അതിൽ പെടും. ഒരു പള്ളി വൃത്തിയാക്കുന്നതിൽ പെടും. പള്ളിക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്പത്തുകളാണെങ്കിൽ അത് പെടും. ഇങ്ങനെ ഒരു ബന്ധങ്ങൾ കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുവുമായി കൊണ്ട് സ്മരണകൾ നിലനിർത്തുന്ന, നമസ്കാരങ്ങൾ നിലനിർത്തുന്ന, സകാത്തുകൾ നൽകുന്ന ആളുകൾ അവരെങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈ. പള്ളിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കച്ചവടങ്ങൾ അതിനെ മറപ്പിക്കുകയില്ല എന്നുള്ളതാണ്. കച്ചവടത്തേക്കാൾ അവർക്ക് പ്രാധാന്യം പള്ളിയുമായി കൊണ്ടായിരിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധയുണ്ടായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റിയ പ്രതിഫലങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ആ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ, മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന പ്രതിഫലങ്ങളാക്കിക്കൊണ്ട് പരലോകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വമ്പിച്ച പ്രതിഫലങ്ങളാക്കിക്കൊണ്ട് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടർ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിൽ പെട്ടെന്നുള്ള ശമനങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും അവർക്കെല്ലാവർക്കും നൽകി അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾക്ക് വേണ്ടി സമ്പത്തുകൾ ധാരാളം നൽകാനുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നൽകുന്ന ഓരോ സ്വതക്കകളും അള്ളാഹു സ്വാലിഹായ അമലായിക്കൊണ്ട് സ്വീകരിച്ച് അവൻ്റെ സ്വർഗത്തിൽ വീട് അള്ളാഹു പ്രതിഫലമായി കൊണ്ട് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിക്കുമായി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അത്തരം ആളുകൾക്ക് അർഹമായ പ്രതിഫലങ്ങൾ നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അത്തരം ആളുകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ കലക്ഷന് പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് നിങ്ങൾ ആളുകൾ സമീപിക്കും. ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കലക്ഷൻ. രണ്ടാമത്തത്, തൊട്ടടുത്തുള്ള പ്രദേശത്ത് നിന്ന് ഒരു സഹോദരന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, അസുഖങ്ങൾ കൊണ്ട്, കിഡ്നി രോഗമായിക്കൊണ്ട്, മറ്റു പല ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് നേരെ ചൊവ്വേ ഒന്ന് നടക്കാൻ പോലും കഴിയാത്തൊരു പ്രയാസപ്പെടുന്നൊരു സഹോദരൻ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. അതിനുള്ള രണ്ടിനും വേണ്ടിയിട്ടുള്ള കലക്ഷനാണ്. നമ്മളെല്ലാവരും അതിലേക്ക് ഉദാരമായി കൊണ്ട് സംഭാവന ചെയ്യുക. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വാലിഹായ അമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്ന് നമ്മൾ നൽകുന്ന സ്വതക്കകൾ അള്ളാഹു അത്തരം രോഗത്തെ തടയുന്ന സ്വതക്കകളാക്കിക്കൊണ്ട് അള്ളാഹു മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من الأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله. اللهم صل على محمد.